സാർ, ഇന്ന് കഥേമയിൽ ഏതെങ്കിലും ഒരു പുതിയ വിഷയം ഉണ്ടാകുമെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇന്ന് എന്തായിരിക്കും? അതെ, എന്താന്ന് വെച്ചാൽ ഈ വലിയ സങ്കടകരമായ ദുരന്തമാണല്ലോ അഹമ്മദാബാദിൽ ഉണ്ടായത്. അതെ, അതിൽ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഗുജറാത്തിലെ. ഉൾപ്പെട്ടു. അപ്പോൾ മുമ്പ് ഗുജറാത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മേത്ത 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണല്ലോ. അതെ, ആ സമയത്ത് ബൽവന്ത് റായ് മേത്ത സഞ്ചരിച്ച വിമാനം ഒരു നമ്മുടെ പോർ വിമാനമാണ് എന്ന് ധരിച്ചിട്ട് ഒരു പാകിസ്ഥാൻ വൈമാനികൻ വെടിവെച്ചിട്ടു. ബൽവന്ത് റായ് മേത്ത കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് പറയുന്നത്. ഇത് 1965 സെപ്റ്റംബർ 19 പാകിസ്ഥാൻ പൈലറ്റ് ബൽവന്ത് റായ് മേത്ത കയറിയ വിമാനം വെടിവെച്ചിട്ടത്. ബൽവന്ത് റായ് മേത്ത കൊല്ലപ്പെട്ടത്. ഇത് ബീച്ച് ക്രാഫ്റ്റ് കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞ വിമാനമായിരുന്നു. 8 പേര് ഇരിക്കുന്നത്, 8 സീറ്റർ വിമാനം. അത് ടാറ്റ കെമിക്കൽസിൻ്റെ ഉടമസ്ഥതയിലുള്ള വിമാനമായിരുന്നു, സർക്കാർ വിമാനമല്ലായിരുന്നു. ടാറ്റ കെമിക്കൽസിൽ നിന്ന് എനിക്ക് കച്ച് വരെ ഒന്ന് പോകണം, വിമാനം തരൂ എന്ന് പറഞ്ഞിട്ട് ബൽവന്ത് റായ് മേത്ത പോക്കായിരുന്നു അത്. അപ്പോൾ മിഥാപൂറിൽ നിന്ന് കച്ചിലേക്ക്, റാൺ ഓഫ് കച്ചിലാണല്ലോ ആദ്യം നുഴഞ്ഞുകയറ്റം നടത്തുന്നത്. കാരണം മറ്റു ഭാഗങ്ങളിലെ കശ്മീർ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് സേനയെ റാൺ ഓഫ് കച്ചിൽ പിടിച്ചിടാൻ വേണ്ടിയിട്ട് റാൺ ഓഫ് കച്ചിൽ നുഴഞ്ഞുകയറ്റം നടത്തി 1965. ശരിക്കുള്ള യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് കുറെ സ്ഥലം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ റാൺ ഓഫ് കച്ച് മേഖലയിലേക്ക് മിഥാപൂറിൽ നിന്ന് പോകാൻ ആണ് ഈ ടാറ്റ കെമിക്കൽസിൻ്റെ ബീച്ച് ക്രാഫ്റ്റ് വിമാനം ബൽവന്ത് റായ് മേത്ത വാങ്ങിച്ച് അതിൽ കയറിയത്. അതിൻ്റെ പൈലറ്റ് റിട്ടയർ ചെയ്ത ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ജഹാംഗീർ എഞ്ചിനീയർ ആയിരുന്നു. ജഹാംഗീർ എഞ്ചിനീയർ എന്നൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ പാഴ്സി ആയിരിക്കും ഈ എഞ്ചിനീയർ എന്നൊക്കെ പേര് വരുന്നതൊക്കെ. ജഹാംഗീർ എഞ്ചിനീയർ, 8 സീറ്റുള്ള വിമാനം. അപ്പോൾ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് പൈലറ്റ് ഖ്വയ്സ് ഹുസൈൻ ആണിത് വെടിവെച്ചിട്ടത്. ഖ്വയ്സ് ഹുസൈൻ പിന്നെയും കുറേ വർഷങ്ങൾ ജീവിച്ചു. ആ വെടിവെച്ചിട്ടുള്ള വിമാനത്തിൻ്റെ പൈലറ്റില്ലേ, എഞ്ചിനീയർ, ഈ എഞ്ചിനീയറുടെ മകൾക്ക് 46 കൊല്ലത്തിന് ശേഷം ദുഃഖിച്ചുകൊണ്ടൊരു കത്ത് എഴുതി ഈ പാകിസ്ഥാൻ്റെ അന്നത്തെ പൈലറ്റ്. അപ്പോൾ ഈ ഖ്വയ്സ് ഹുസൈൻ പാകിസ്ഥാൻ്റെ പൈലറ്റ്, മേത്തയുടെ ഭാര്യ, 3 സ്റ്റാഫ് അംഗങ്ങൾ, ഒരു പത്രപ്രവർത്തകൻ, 2 ക്രൂ, ഇത്രയും പേര് വിമാനത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. 8 പേര്. മേത്ത, ഭാര്യ, 3 സ്റ്റാഫ്, ഒരു പത്രപ്രവർത്തകൻ, 2 ക്രൂ. അപ്പോൾ ഈ എഞ്ചിനീയറുടെ മകളുടെ പേര് ഫാരിദയ്ക്കാണ് ഈ പാകിസ്ഥാൻ പൈലറ്റ് റിട്ടയർ ചെയ്ത ശേഷം 46 കൊല്ലത്തിന് ശേഷം മാപ്പ് പറഞ്ഞ് ഒരു ഇമെയിൽ അയച്ചത്. 2011 ഓഗസ്റ്റിലാണ് ഈ സംഭവം നടന്ന. 1965 2011 ഓഗസ്റ്റിലാണ് ഈ ഫാരിദയ്ക്ക്, ഇന്ത്യൻ വിമാനത്തിൻ്റെ പൈലറ്റ് എഞ്ചിനീയറുടെ മകൾ ഫാരിദയ്ക്ക് ഒരു ഇമെയിൽ അയക്കുന്നത് മാപ്പ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയിട്ട് അയാളത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിവരിച്ചിരുന്നു. ഇത് സിവിലിയൻ വിമാനമാണെന്ന് കരുതിയില്ല. ഈ റഡാർ കൺട്രോളർമാരോട് ഞാൻ ചോദിച്ചിരുന്നു. ആദ്യം തന്നെ ഇത് വെടിവെക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ റഡാർ കൺട്രോളർമാരോട് ചോദിച്ചു. അവരും ഉടനെ മറുപടി തന്നില്ല. 3-4 മിനിറ്റ് എടുത്തു. 3-4 മിനിറ്റിന് ശേഷം വെടിവെച്ചിട്ടോളാൻ അവർ എന്നോട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്, വെടിവെക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഹുസൈൻ പറത്തിയിരുന്നത് F-86 സാബർ എന്ന് പറഞ്ഞ വിമാനമാണ് പറത്തിയിരുന്നത്, പോർ വിമാനം. ആ വിമാനത്തിൽ നിന്നാണ് ബൽവന്ത് റായ് മേത്തയുടെ വിമാനം വെടിവെച്ചിട്ടത്. അപ്പോൾ ഈ കത്തിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. 8 സീറ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത്.
അതായത് ഇതൊരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ മറ്റേ യുദ്ധകാലത്ത് ഉപയോഗിക്കാമല്ലോ. അതെ. അങ്ങനെ ഊഹിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിലും വിൻഡോ ഉണ്ട്, ജാലകം വിമാനത്തിന്. അപ്പോ ഇത് 8 സീറ്റർ ആണെന്ന് ഊഹിച്ചു. 4 ജനാല ഉള്ളത് കൊണ്ട് 8 സീറ്റർ 2 സീറ്റ് വെച്ചിട്ട്, അപ്പൊ 8 സീറ്റർ ആണെന്നൊക്കെ ഊഹിച്ചിരുന്നു. ഇയാൾ ഇമെയിൽ പറയുകയാണിത്, മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഇത് വെടിവെച്ചിട്ട് കഴിഞ്ഞപ്പോൾ വലിയ നേട്ടമാണെന്ന് തോന്നി. ഞാൻ ദൗത്യം ഗംഭീരമായിട്ട് നിർവഹിച്ചല്ലോ. ഇന്ത്യൻ വിമാനം യുദ്ധവിമാനം വെടിവെച്ചിട്ടല്ലോ. യുദ്ധവിമാനമാണെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ടല്ലോ പാകിസ്ഥാൻ, വെടിവെച്ചിടാത്ത വിമാനങ്ങളുമൊക്കെ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ പോലെ അന്ന് അവകാശപ്പെട്ടതിന് വൈകുന്നേരം വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡാറ്റ മുഴുവൻ നശിപ്പിച്ചു ഇയാള് ഇങ്ങനെ വെടിവെച്ചിട്ടതിന്റെ. എന്നിട്ട് കറാച്ചി മോറിപ്പൂരിൽ ലാൻഡ് ചെയ്തു. ഒരു ഇന്ത്യൻ വിമാനത്തിന്, യുദ്ധവിമാനത്തിന് വെടിവെച്ചിട്ട് ആഹ്ലാദവുമായിട്ട് മറ്റേ കറാച്ചി മോറിപ്പൂരിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇന്ധനം തീർന്നു പോയി. അപ്പൊ പിന്നെ ലാൻഡ് ചെയ്യണമല്ലോ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ആകാശവാണി വാർത്തയിൽ ഇങ്ങനെ പാകിസ്ഥാൻ ബൽവന്ത് റായ് മേത്തയുടെ വിമാനമാണ്, മുഖ്യമന്ത്രിയുടെ വിമാനമാണ് വെടിവെച്ചിട്ടത്, ബൽവന്ത് റായ് കൊല്ലപ്പെട്ടു എന്ന് ആകാശവാണി വാർത്തയിൽ കേട്ടപ്പോൾ ആണ് അയ്യടാ നായിപ്പോയത്. ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്. അപ്പം ഇയാള് ഈ അയച്ച ഇമെയിലിന് മകള് ഫാരിദ, മറ്റേ ഇന്ത്യൻ വിമാനത്തിന്റെ പൈലറ്റ് എഞ്ചിനീയറുടെ മകള് ഫാരിദ എഴുതി. അതൊരു വല്ലാത്ത ഇമെയിലാണ് അവരുടെ. ഞങ്ങളുടെ കുടുംബത്തിന് അന്നും ഈ കാര്യത്തിൽ വെറുപ്പില്ലായിരുന്നു, ഇന്നും അതില്ല. ഒരു യുദ്ധ ദുരന്തമായിട്ടാണ് ഞങ്ങൾ കരുതിയത്. യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു. ഒരു വിമാനത്തിൽ പോയി പാകിസ്ഥാൻ ഏത് ഇന്ത്യൻ വിമാനം കണ്ടാലും വെടിവെച്ചിടും. എന്നിട്ടൊരു വാചകം ഫാരിദ എഴുതിയിരിക്കുകയാണ്: യുദ്ധം, സമാധാനം എന്നിവയുടെ ഭീകര കളിയിലെ കാലാളുകൾ മാത്രമാണ് നാം. യുദ്ധവും സമാധാനവും തമ്മിലൊരു ഒളിച്ചു കളിയുണ്ടല്ലോ. ആ ഒളിച്ചു കളിയിലെ, ആ ചതുരംഗപ്പലകയിലെ കാലാളുകൾ മാത്രമാണ് നാം. ജീവിതവും തന്നെ ഒരു നാടകമാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു വല്ലാത്ത വാചകം എഴുതി. സത്യത്തില് ഇത്തരം ആളുകളുടെ മുമ്പിലാണ് നമ്മൾ നമസ്കരിച്ചു പോകുന്നത്. അപ്പോൾ ഈ പിന്നെ ഇവിടെ ഇതുപോലത്തെ ആക്രമണങ്ങൾ പലതും മരണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ ബൽവന്ത് റായ് മേത്ത ഗുജറാത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. ആദ്യം ലോക്സഭയിലേക്കാണ് ഗോഹിൽവാഡ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് 1952 ജയിച്ചു. അടുത്ത 57 തെരഞ്ഞെടുപ്പിലും ജയിച്ചു. 2 തെരഞ്ഞെടുപ്പിൽ ലോക്സഭ. ആദ്യത്തെ പഞ്ചായത്ത് രാജ് എന്ന് പറയില്ലേ നമ്മുടെ ഭരണപരിഷ്കാരം, പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ ഒക്കെ ഒരു ആശയത്തിൻ്റെ ഒക്കെ ഒരു ശില്പിയാണ് ബൽവന്ത് റായ് മേത്ത. അപ്പോൾ വിദേശ സർക്കാർ, ബ്രിട്ടീഷ് സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് BA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഈ ബിരുദം വേണ്ട, വിദേശികളുടെ ബിരുദം വേണ്ട എന്ന് പറഞ്ഞിട്ട് പഠിത്തം നിർത്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയതാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഭവനഗറിലാണ് സ്വന്തം സ്ഥലം. ഭവനഗറിൽ മറ്റേ പ്രജാമണ്ഡലം തുടങ്ങിയ ആളാണ് അദ്ദേഹം. ഇവിടെയും കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ഒക്കെ. അപ്പോൾ ആ പ്രജാമണ്ഡലം തുടങ്ങിയ ആളാണ് ഭവനഗറിൽ. 7 കൊല്ലം ജയിലിലായിരുന്നു. നെഹ്റു ഓൾ ഇന്ത്യ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്. ആ സമയത്ത് ബൽവന്ത് റായ് മേത്ത ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ. വലിയ പൈതൃകമൊക്കെ ഉള്ള ആളാണ്. ജീവരാജ് മേത്തയായിരുന്നു ഗുജറാത്തിലെ ആദ്യ മുഖ്യമന്ത്രി. ബൽവന്ത് റായ് മേത്ത 2ാമത്തെ മുഖ്യമന്ത്രി. 1963 ബൽവന്ത് റായ് മേത്ത മുഖ്യമന്ത്രിയായത്. മറ്റേ 2 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോഴേക്കും കൊല്ലപ്പെട്ടല്ലോ. 65 വയസ്സായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഈ കൊല്ലപ്പെടുമ്പോൾ. 2 മുൻ മുഖ്യമന്ത്രിമാർ കൂടി ഇങ്ങനെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ. YS രാജശേഖർ റെഡ്ഡി 2009, ദോർജെ ഖണ്ഡു അരുണാചൽ 2011,
റെഡ്ഡിയുടെ ഹെലികോപ്റ്ററിലും 4 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു വനത്തിലാണ്. ഈ ഖണ്ഡുവിൻ്റെ ഹെലികോപ്റ്ററിലും 4 പേര് കൂടി ഉണ്ടായിരുന്നു. അതും വനത്തിലാണ് മറ്റേ അതിൻ്റെ അന്ത്യം തകർന്നു വീണത്. പിന്നെ 2021 ബിപിൻ റാവത്ത്, നമ്മുടെ സംയുക്ത സേനാ മേധാവി. ഇങ്ങനെ പിന്നെ സഞ്ജയ് ഗാന്ധി 1980 സഫ്ദർജംഗ് എയർപോർട്ടിൻ്റെ അടുത്ത് അല്ലേ 2 സീറ്റർ വിമാന അഭ്യാസം കാണിച്ചതാണ്. 1973 മെയ്യിൽ സുരേന്ദ്രമോഹൻ കുമാരമംഗലം ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ഉരുക്ക് മന്ത്രിയായിരുന്നു ഈ കുമാരമംഗലം. CPIയിൽ നിന്ന് ഈ സഖ്യത്തിലേക്ക് പോയ ആളാണ്. CPIയിൽ കുറെ ആളുകൾ കോൺഗ്രസിനോട് അടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ 64 സ്പ്ലിറ്റ് വരുന്നത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന കുമാരമംഗലം മറ്റേ സ്റ്റീൽ മന്ത്രിയായിരുന്നു. അങ്ങേരും ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൻ്റെ ക്രാഷിലാണ് മരിച്ചത്. മരിച്ചു പോകുമ്പോൾ ശരീരം മുഴുവൻ തകരുമ്പോൾ ശരീരം മുഴുവൻ കത്തുമല്ലോ. മോഹൻ കുമാരമംഗലത്തിൻ്റെ ജഡം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേനയും ഈ ഹിയറിംഗ് എയ്ഡ് ഇത് രണ്ടും വെച്ചിട്ടാണ് തിരിച്ചറിഞ്ഞത്. അത് മോഹൻ കുമാരമംഗലത്തിൻ്റെ കൊച്ചുമകൻ മലേഷ്യൻ എയർലൈൻസ് വിമാനം MH370 അത് കാണാതായി പോയല്ലോ 2014 ബെയ്ജിങ്ങിലേക്ക് പറക്കുമ്പോൾ. എവിടെയാണെന്നറിയില്ല. ആ വിമാനത്തിൽ കുമാരമംഗലത്തിൻ്റെ കൊച്ചുമകൻ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ മുത്തച്ഛനും കൊച്ചുമകനും അല്ലേ വിമാനാപകടം. 2001 സിന്ധ്യ അല്ലേ ആഗ്രയിൽ 7 പേരിൽ ഒരാളായിട്ട് സെസ്ന വിമാനാപകടത്തിൽ. അതൊരു ചാർട്ടേഡായിരുന്നു. 2002 സ്പീക്കർ GMC ബാലയോഗി അപകടത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറയ്ക്ക് അത്ര കേട്ടറിവില്ലാത്ത കാര്യം. ഇപ്പം നമ്മൾ രൂപാണിയുടെ മരണമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കുള്ള ഒരു പുതിയ ഇൻഫർമേഷൻ കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.